ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമിസ്റ്റർ MTCSRലെ 4th മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലുള്ള വ്യക്തികളെ സ്വാധീനിക്കുക. ആര്? ഈ ഒരു ലീഡർ. അതായത് നമ്മൾ പറഞ്ഞു, എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കമ്പനി കൂടുതൽ പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വേണം, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, അവർക്ക് വിശദീകരിച്ച് കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണ വഴി അവർ ഈ ഒരു ലീഡർഷിപ്പുമായിട്ട് ഇൻഫ്ലുവൻസ് ആകും. അങ്ങനെ ഇൻഫ്ലുവൻസ് ആണ വഴി ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര സത്യസന്ധതയോട് കൂടി വർക്ക് ചെയ്യുന്നു, കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത് ലീഡർഷിപ്പ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അതായത് വിഷന് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇയാളെ എംപ്ലോയീസിന് കാണിച്ചു കൊടുത്തിട്ട് അവരെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ്, അവിടുത്തെ വർക്ക് കൂടി കൊടുക്കുക. അതാണ് എൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഏർലി ലീഡർഷിപ്പ് തിയറീസ്. അപ്പോൾ ഒരു 3 തിയറീസാണ് ഈ ഏർലി സ്റ്റേജിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രേറ്റ് മാൻ തിയറി. അതായത് 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ എന്താണ് പറയണതെന്ന് വെച്ചാൽ, അതായത് ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഒരു വ്യക്തിക്ക് എക്സ്ട്രാ ആയിക്കാണ്ട് ലൈക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഒന്നും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല. ഇതൊരു സിമ്പിൾ അസംഷനാണ്. ഈ തിയറിയിൽ ഒരു സ്മോൾ അസംഷനാണ് പറയണത്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഒന്നുമല്ല ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നത്. മറിച്ച് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നത്. ബൈ ഹെറിഡിറ്റി ആയിക്കാണ്ടും ജീനായിക്കാണ്ടൊക്കെയാണ് ആ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കിട്ടണേ എന്നുള്ളൊരു അസംഷനാണ് ഈ തിയറിയിൽ പറയണത്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ക്വാളിറ്റീസ് പറയേണ്ടത് ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, എംപതി, സിമ്പതി, ഒരു മാനേജ് ചെയ്യാനുള്ള കഴിവുകൾ, കമാൻഡ് ചെയ്യാനുള്ള കഴിവുകൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കാനുള്ള കഴിവുകൾ, എല്ലാ കഴിവുകളും ഒരു ലീഡറിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ പണ്ടത്തെ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജാവിൻ്റെ മകൻ തന്നെ ആയിരിക്കും പിന്നെ ആ രാജാവിൻ്റെ കാലശേഷം പിന്നെ വരുന്ന രാജാവ് ആ ഒരു രാജാവിൻ്റെ മകനായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്? കാരണം ആരും ഇവിടെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടല്ല ഈ ഒരു സ്കില്ല് കൊടുക്കേണ്ടത്, മറിച്ച് ഹെറിഡിറ്റി. അപ്പോൾ ഒരു രാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആ ഒരു രാജാവിൻ്റെ ജീന് ഈ ഒരു മകൻക്ക് ബൈ ബർത്തിലൂടെ കിട്ടും. അതുകൊണ്ടാണ് രാജാവിൻ്റെ മകൻ അടുത്ത രാജാവ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ജനനം ലൈക്ക് നമുക്ക് ബൈ ബർത്തിലാണ് ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത്, അല്ലാതെ ഒന്നിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടല്ല ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ് പോയിന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുന്നു. കാരണം ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. ബൈ ബർത്ത് ചില വ്യക്തികൾക്ക് മാത്രം ഇത് കിട്ടുള്ളൂ എന്നാണ് ഈ ഒരു തിയറിയിൽ പറയണത്. പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ലീഡർഷിപ്പിൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈമിലൊന്നുമല്ല സ്കില്ല് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഒന്നുമല്ല ലീഡർഷിപ്പിൻ്റെ ആ ഒരു സ്കില്ല് ഒരു വ്യക്തിക്ക് ഇമ്പ്രൂവ് ആവുന്നത്. മറിച്ച് ആ ഒരു വ്യക്തിക്ക് ബൈ ബർത്തിൽ തന്നെ ഇപ്പോൾ ഹെറിഡിറ്റി ആയിക്കാണ്ടും ജീൻ ആയിക്കാണ്ടും തന്നെ അവർക്ക് ആ ഒരു ലീഡർഷിപ്പിൻ്റെ സ്കില്ല് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു തിയറിയിൽ പറയണത്. പിന്നെ ഒരു പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു തിയറി ഫോം ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മോഡലായിട്ടുള്ളൊരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേറ്റ് മാൻ തിയറി ഒരിക്കലും നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ആക്കൂല. അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വുമൻസ് ആയിക്കോട്ടെ, വിമൻസ് ഇപ്പോൾ നമ്മൾ പറയും ഗ്രേറ്റ് മാൻ, അതായത് ഇവർ ഒരു ജെൻഡർ ഇനിക്വാലിറ്റിയാണ് കാണിക്കുന്നത്. കാരണം ഗ്രേറ്റ് മാൻ പുരുഷന്മാർ മാത്രമാണ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു തിയറി ഗ്രേറ്റ് മാൻ തിയറി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ നമുക്കിപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രിറ്റിസിസം ഇതേപോലെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് ഗ്രേറ്റ് മാൻ തിയറി. ഈ ഏർലി സ്റ്റേജിൽ രണ്ടാമത്തെ തിയറിയാണ് ട്രൈഡ് തിയറി. അപ്പോൾ ട്രൈഡ് തിയറി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേറ്റ് മാൻ തിയറിയുമായിട്ട് കൂടുതൽ സിമിലാരിറ്റി ഉള്ളൊരു തിയറിയാണ്. അതായത് ഈ ട്രൈഡ് തിയറിയിലും പറയുന്ന അസംഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലീഡർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ രീതിയിലൂടെയും ട്രെയിനിങ് രീതിയിലൂടെയും ഒന്നും പഠിപ്പിച്ചു കൊണ്ടുവരുന്നതല്ല, മറിച്ച് ഇൻഹെറിറ്റ് ആയിട്ട്, അതായത് ഹെറിഡിറ്റി, ആ ഒരു വ്യക്തി ജനിക്കുന്നതിലൂടെ കിട്ടുന്ന ക്വാളിറ്റീസ് ആണ് എന്ത് ട്രൈഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ട്രൈഡ് തിയറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ലീഡർഷിപ്പ്, ആ ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാവുന്നത്, ഈ ട്രൈറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ, ഇതിനൊക്കെയാണ് എന്ത് ട്രൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിക്ക് പല രീതിക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, പല രീതിക്കുള്ള ക്വാളിറ്റീസ് ആയിരിക്കും, അയാൾ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയാണ് എന്ത് ട്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പിൽ ഒരു ലീഡറിൻ്റെ ട്രൈറ്റുകൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റീസ് ആവാം, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, അവരുടെ ബിഹേവിയർ ആവാം, അതിനെയാണ് എന്ത് ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അസംഷൻസ് പറയാനുണ്ടെങ്കിൽ ഒരു ലീഡർക്ക് എന്താണ് ലൈക്ക് ട്രെയിനിങ്ങിലൂടെയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലൂടെയോ ഒന്നുമല്ല എന്ത് ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി കിട്ടുന്നത്, മറിച്ച് അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇൻബോൺ ആയിട്ട് ബൈ ബർത്തിൽ തന്നെയാണ് എന്തതിൻ്റെ ക്വാളിറ്റീസ് കിട്ടുന്നത് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതായത് ഈ ഒരു തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് മാൻ തിയറി ആയിട്ട് ലൈക്ക് സാമ്യമുള്ളൊരു സിമിലാരിറ്റി ഉള്ളൊരു തിയറിയാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു തിയറി തന്നെയാണ് എന്ത് ട്രൈറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഡറിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ബിഹേവിയർ ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലീഡറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ട്രൈറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയണത് എന്ന് നോക്കാം. അതായത് ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ഇമ്പോർട്ടൻറ്റ് ട്രൈറ്റ്സ്, അതായത് ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ അംബീഷൻ ആൻഡ് എനർജി. അതായത് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അവർക്ക് ജന്മന എന്തുണ്ടായിരിക്കും, ഒരു അംബീഷൻ, അതായത് അവർക്ക് എന്താവണം, അതായത് ഏത് തരത്തിലെത്തണം, ഒരു ഡിസയർ, ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. രണ്ടാമത് ഡിസയർ ടു ലീഡ്, അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്നതൊക്കെ ആവണം, ഇന്ന പൊസിഷനിൽ എത്തണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. അതായത് അവർക്കൊരു ആഗ്രഹം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കും. അത് മാത്രമല്ല അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായത് കാരണം ഇവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെയും മോട്ടിവേഷൻ ചെയ്ത് ലീഡ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു ലീഡറിൻ്റെ ട്രൈറ്റുകൾ, ക്വാളിറ്റീസ്. നെക്സ്റ്റ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അതായത് ഒരു ലീഡറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധതയായിരിക്കും, ഒരു ഹോണസ്റ്റി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ എത്തിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ സെൽഫ് കോൺഫിഡൻസ്. അതായത് അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. അതായത് ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ പോലും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ്, അതായത് ഇന്ന പ്രോബ്ലത്തിൽ ഈ ഒരു സൊല്യൂഷൻ ചെയ്താൽ അത് വർക്ക് ആവും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഇൻ്റലിജൻസ്. അതായത് നല്ലൊരു ബുദ്ധിയുള്ളൊരു ടൈപ്പിലായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ വയ്ക്കുകയും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും എന്ത് ലീഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ജോബ് റെലവൻറ്റ് നോളജ്. അതായത് ആ ഒരു വ്യക്തി എന്ത് ജോബാണോ ചെയ്യണത് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ നോളജും ആ ഒരു ലീഡറിന് ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിന് ഇമ്പാക്റ്റ്, എഫക്റ്റ്, ബെനിഫിറ്റ്, ഡിമെറിറ്റ്, അങ്ങനെ എന്തൊക്കെയുണ്ട് ആ ഒരു ജോബിനെ പറ്റി സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് എല്ലാ ഡീപ്പ് നോളജും ആ ഒരു ലീഡറിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ട്രൈറ്റ് തിയറി. ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലീഡറിൻ്റെ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെയാണ് എന്ത് ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ട്രൈറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കുറേ ട്രൈറ്റുകൾ ഇനിയുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, എമ്പതി, സിമ്പതി, ഇതൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ തിയറി ആയിട്ടുള്ള ട്രൈറ്റ് തിയറി. ഏർലി ലീഡർഷിപ്പ് തിയറിയിലെ മൂന്നാമതാണ് ബിഹേവിയറൽ തിയറി. ഇവിടെ എന്താണ്, നമ്മൾ ആദ്യത്തെ രണ്ട് തിയറിയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആദ്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് ബൈ ബർത്ത് ജന്മനാ കിട്ടുന്ന ഒരു സ്കില്ലാണ്, ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ഈ ഒരു തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ജന്മനാ ആയിട്ട് കിട്ടൂല, ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടൂല. മറിച്ച് ആ ഒരു വ്യക്തി
വ്യക്തിക്ക് ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസിലൂടെയും അതുപോലെ തന്നെ കുറേ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ഒരു ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കുറേ കാര്യങ്ങൾ, സ്കില്ലുകൾ, ക്വാളിറ്റീസ് ഒന്നും ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരു വ്യക്തി ലീഡർഷിപ്പ് ആവൂല. മറിച്ച് ആ ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അവരുടെ എമ്പതി മാനിക്കുന്നുണ്ടോ, സിമ്പതി മാനിക്കുന്നുണ്ടോ, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, അവർക്ക് വേണ്ടവോളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നുള്ളൂ. അല്ലാതെ ആ ഒരു വ്യക്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അതൊരു ലീഡർഷിപ്പിലോട്ട് വരണം എന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും പഠിച്ചെടുത്തിട്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ എങ്ങനെ ടീച്ചിങ്ങിലൂടെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെ അതുപോലെ തന്നെ ഒബ്സർവേഷനിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പഠിച്ചെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു എംപ്ലോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ, ഒബ്സർവേഷൻ, ട്രെയിനിങ് ഇതൊക്കെ കിട്ടുന്ന വഴി അയാളെ മെച്ചപ്പെടുത്തിയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ആയിട്ട് കിട്ടുന്നതല്ല, ഒരു വ്യക്തി പഠിച്ചിട്ടും ട്രെയിനിങ്ങിലൂടെയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെയൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് ബിഹേവിയറൽ തിയറിയിലെ സ്റ്റഡീസുകളാണ്. അതിൽ ഫസ്റ്റ് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ലീഡർഷിപ്പ് തിയറിനെ കുറിച്ചാണ് പറയണത്. ഇവിടെ ഇവരെന്ത് ചെയ്തു, ഒരു 1000 ഡയമെൻഷൻസ് എടുത്തു. ഈ 1000 ഡയമെൻഷൻസിൽ നിന്ന് അവർ ചുരുക്കി വന്നിട്ട് 2 ഡയമെൻഷൻസാണ് തിരഞ്ഞെടുത്തത്. അതിൽ ഒന്നാമത്താണ് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും അതുപോലെ തന്നെ കൺസിഡറേഷനും. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലീഡറിന്, ഒരു നേതാവിന് എന്താണ് വേണ്ടത്, അവിടെ ഒരു നേതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു നേതാവിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറിൽ പറയണത്. അതായത് ഇപ്പോൾ ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ നല്ല രീതിയിലോട്ട് നയിച്ചു കൊണ്ടുപോവുക, അവർക്ക് ഇൻഫ്ലുവൻസ് ആവുക, ഇൻസ്പിറേഷൻ ആവുക. ഇപ്പം ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലുള്ള ലീഡർ ഇപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കേഴ്സിന് ആ ഒരു വർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ അദ്ദേഹം കാണിക്കണം. അതായത് ആ വർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇത് എത്ര ടൈം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കണം, അതുപോലെ തന്നെ ഈ ഒരു വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, അങ്ങനെ ഒരു ലീഡർ അവരെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുവരിക. അതാണ് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ കൺസിഡറേഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയുടെ ഒരു മനസ്സാക്ഷി എന്നൊക്കെ പറയാറില്ലേ, ഈ എംപ്ലോയീസിന് എന്ന് പറയുമ്പോൾ വെറും പണിയെടുക്കാനുള്ള ഒരു ആയുധങ്ങൾ എന്ന് മാത്രമായി കാണാൻ പാടില്ല. ലീഡേഴ്സാണ് എംപ്ലോയീസിനെ മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു എംപതി, ഒരു സിമ്പതി വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവർ ഭയങ്കര ഇമോഷണൽ ആവുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവരെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിലുള്ള ഒരു ലീഡറും അദ്ദേഹത്തിൻ്റെ കീഴെ വർക്ക് ചെയ്യുന്ന കുറച്ച് വർക്കേഴ്സും, അപ്പോൾ അയാൾ ഒരു നല്ല രീതിയിലോട്ടുള്ളൊരു മാനസികാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അയാളെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അയാൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് കൺസിഡറേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ 1000 ഡയമെൻഷൻസ് നിന്ന് ഇങ്ങനെ ആയിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഇവർ ഫൈൻഡിങ് ചെയ്തത്. അതാണ് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും അതുപോലെ തന്നെ കൺസിഡറേഷനും. ഒരു ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ജോലിയിൽ ഫസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ജോലിയിലുള്ള ജോലിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യും വേണം. എന്നാൽ അതുപോലെ തന്നെ എംപ്ലോയീസിന് നമ്മൾ കൺസിഡറേഷൻ ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡർഷിപ്പ് സ്റ്റഡീസിൽ പറയുന്ന തിയറി. രണ്ടാമത് ബിഹേവിയറൽ തിയറിയിൽ പറയുന്ന രണ്ടാമത്തെ സ്റ്റഡിയാണ് മാനേജീരിയൽ ഗ്രിഡ്. അതായത് ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ടാവും, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ടാവും. ഈ എക്സ് ആക്സിസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൺസേൺ ഫോർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ വൈ ആക്സിസിൽ കൺസേൺ ഫോർ എംപ്ലോയീസുമാണ്. അപ്പോൾ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സ് അവിടുത്തെ ഉന്നത അധികാരികൾ എന്തായിരിക്കും കൂടുതൽ പ്രൊഡക്ഷനിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക.
ചിലർ എംപ്ലോയീസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യാം. ചില ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കണതിൽ കുറേ ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ഭയങ്കര അതോറിറ്റി കൊടുക്കലും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളും നല്ല പണിഷ്മെൻറ്റ് കൊടുക്കലൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില ഓർഗനൈസേഷനിൽ എങ്ങനെയെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അവരുടെ എംപ്ലോയീസിന് വളരെ സേഫായിട്ട് നല്ല രീതിക്ക് കൺസിഡറേഷനൊക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഏതൊക്കെ രീതിക്കുള്ള സ്റ്റൈലുകൾ ഉണ്ട് എന്നാണ് പറയണത്. നമുക്ക് 81 പ്ലോട്ടുകൾ ഉണ്ടാകും, പക്ഷേ ഒരു 5 സ്റ്റൈൽ ഇവിടെ ഇപ്പോൾ ഡിഫൈൻ ചെയ്യണുള്ളൂ. ഇവിടെ എക്സ് ആക്സിസിലും അതുപോലെ തന്നെ വൈ ആക്സിസിലും 1 to 9 വരെയാണ് പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ ഈ 1 മുതൽ അതിൻ്റെ മേലേക്ക് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കൂടുതൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ കൂടുതൽ കൺസേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്റ്റൈലുകൾ 5 രീതിയിലാട്ട്. ഫസ്റ്റ് 1 ഇംപെറിഷ്ഡ് മാനേജ്മെൻറ്റ്. അവിടെ 1:1 ആണ്. അതായത് ഇവിടെ പ്രൊഡക്ഷനും എന്താണ് അവർ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കൺസേണേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിനും വളരെ കുറഞ്ഞ കൺസേണേ കൊടുക്കുന്നുള്ളൂ. അത് ശരിക്കും മാനേജേഴ്സിൻ്റെ ഒരു പോരായ്മയാണ്. ഇവിടെ ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലോട്ട് വരുന്നു, അവരവിടെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവർക്ക് അവിടെ പ്രത്യേകിച്ച് അവരൊന്നും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അതൊരു പോരായ്മയാണ്. രണ്ടാമത്തത് ടാസ്ക് മാനേജ്മെൻറ്റ് 9ഉം 1ഉം. അപ്പോൾ ഈ ടാസ്ക് മാനേജ്മെൻറ്റിൽ ഇവർ കൂടുതൽ നോക്കുന്നത് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, അതായത് അതിന് 9 ആണ്. ഐ മീൻ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസേൺ ചെയ്യുന്നുണ്ട്. എന്നാലോ എംപ്ലോയീസിൻ്റെ കേസിൽ വളരെ ലോ ആണ് അവർ കൺസേൺ ചെയ്യുന്നത്, ഒരു 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതൽ കൺസേൺ ചെയ്യുന്നത് എന്തിനെയാണ്? പ്രൊഡക്ഷനെയും. കൺസേൺ കുറവ് എന്തിനാണ്? എംപ്ലോയീസിനെയാണ്. ദെൻ തേർഡ് എന്ന് പറയുന്നത് കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ്. അത് 1:9 ആണ്. അതായത് ഇത് നമ്മൾ ഈ ഒരു ടാസ്ക് മാനേജ്മെൻറ്റിൻ്റെ നേരെ ഉൾട്ടയാണ്. അതായത് ഇവിടെ ഒരു പ്രൊഡക്ഷന് വളരെ കുറവാണ് കൺസേൺ കൊടുക്കുന്നത്. ഇവിടെ കൂടുതൽ അവർ എംപ്ലോയീസിനാണ് കൺസേൺ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എംപ്ലോയീസിന് കൺസേൺ കൊടുക്കുന്നത് വെച്ചാൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇവർ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ എംപ്ലോയീസിന് ഇത്രത്തോളം നമ്മൾ കൺസേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരെ നല്ല രീതിയിലോട്ട് ട്രീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ട്രീറ്റ് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് എംപ്ലോയീസ് നല്ല രീതിക്ക് കൺസേൺ ചെയ്യുന്നു. നെക്സ്റ്റ് 1 ടീം മാനേജ്മെൻറ്റ്. അവിടെ 9ഉം 9 ആണ്. അതായത് പ്രൊഡക്ഷനിലും അവർ കൺസേൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിലും അതേപോലെ കൺസേൺ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എംപ്ലോയീസിന് നല്ല രീതിക്ക് മോട്ടിവേഷൻ, ബോണസ്, ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെ അവർ ചെയ്യുന്ന എക്സ്ട്രാ വർക്കിനൊക്കെ അവർ വേണ്ടത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കൊടുക്കുന്നതിനനുസരിച്ച് അവർ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് ആക്കി പ്രൊഡക്ഷൻ്റെ രീതിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും, അതായത് ഇങ്ങനെ ഒരു മാർജിനൽ ഗ്രിഡിൽ ഒരു ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് ഈ ഒരു ടീം മാനേജ്മെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 5 മിഡിൽ ഓഫ് ദ റോഡ്. അത് 5:5. അതായത് ഇവിടെ കൂടുതൽ അവരെന്ത് ചെയ്യണില്ല, പ്രൊഡക്ഷന് കൺസേൺ കൊടുക്കണില്ല, എന്നാൽ എംപ്ലോയീസിന് കൺസേൺ കൊടുക്കണില്ല. ഒരു ബാലൻസ് ആയിട്ട് 5:5. അതായത് 2 കൂട്ടരെയും ബാലൻസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് മാനേജീരിയൽ ഗ്രിഡ്. നെക്സ്റ്റ് ഒരു ബിഹേവിയർ സ്റ്റഡിയാണ് മിഷിഗൻ ലീഡർഷിപ്പ് സ്റ്റഡീസ്. അതായത് ഈ ഒരു മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലുള്ള വ്യക്തികളാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് പറയണതെന്ന് വെച്ചാൽ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതായത് ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോട് എങ്ങനെയാണ് ആ ഒരു ലീഡറിൻ്റെ ബിഹേവിയർ എന്നും, അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനോട് അയാളുടെ ബിഹേവിയറും അയാൾ അവരെ എങ്ങനെയാണ് നേതൃത്വം വഹിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മിഷിഗൻ സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു കുറേ ഡയമെൻഷൻസ് പോയി അന്വേഷിച്ചു, പക്ഷെ അതിലൊരു ഫൈൻഡിങ് ചെയ്തത് 2 ഡയമെൻഷൻസായി കൊണ്ടുവന്നു. അതിലൊന്നാമതാണ് എംപ്ലോയി ഓറിയൻറ്റഡ് സ്റ്റഡീസും, അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡും. അപ്പോൾ ഈ എംപ്ലോയി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇത്തരം ലീഡേഴ്സ്, അതായത് ഈ എംപ്ലോയീസ് ഒക്കെ ഉണ്ടാകും, ആ ഒരു ലീഡറിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് അവർക്ക് നല്ല രീതിക്ക് മുൻഗണന കൊടുക്കുമായിരുന്നു. അതായത് അവർ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും. അതായത് അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാതെ അവർ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ
ഒരു എംപ്ലോയിൻ്റെ കീഴിലുള്ളൊരു കോവർക്കറിൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു ഈ ലീഡർ അതിന് സപ്പോർട്ട് ചെയ്ത് കണ്ട് അദ്ദേഹത്തിന് വേണ്ട ലീവൊക്കെ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എന്താണ് ഈ എംപ്ലോയീസും ഈ ഒരു ലീഡർ അവരോട് സ്ട്രിക്റ്റ് ഉണ്ടെന്ന എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് അവിടെ ഒരു സത്യസന്ധത കൂടും ചെയ്യും. എന്നാൽ അതിനനുസരിച്ചുള്ള വർക്കുകൾ അവിടെ ഫിനിഷ് ചെയ്യുകയും ചെയ്യും. രണ്ടാമതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഈ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് പറയുമ്പോൾ ചില ലീഡേഴ്സ് പ്രൊഡക്ഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് എംപ്ലോയീസിനെ ഒരു മെഷീൻ പോലെയാണ് അവർ കൺസിഡർ ചെയ്യുക. അതായത് ഇന്നൊരു പ്രൊഡക്ഷൻ ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് കഴിയണം എന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസും സമയങ്ങളും ഒക്കെ എക്സ്ട്രാ ഓവർ ടൈം എടുത്തുകൊണ്ട് ഈ ഒരു എംപ്ലോയീസിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അവരൊരിക്കലും കൺസിഡർ ചെയ്യണില്ല, എംപ്ലോയീസിനെ പറ്റി കൺസിഡർ ചെയ്യില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റും റൂൾസും ഒക്കെ ആയിരിക്കും എംപ്ലോയീസിന് നേരെ കൊടുക്കുക. അപ്പോൾ അവസാനം ഇതിൻ്റെ ഒരു കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിൽ ഹാപ്പി ആയിരിക്കും. കാരണം എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ അവരെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് സന്തോഷം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കണമായി അവർ കുറച്ചും കൂടി എല്ലാത്തിലും ആക്റ്റീവ് ആവുകയും ചെയ്യും, പ്രൊഡക്ഷന് കൂട്ടുകയും ചെയ്യും. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് അതൊരു അൺഹാപ്പി ആയിരിക്കും, അവർക്ക് ഹാപ്പി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാനസികമായിട്ട് കുറേ പ്രഷറൊക്കെ ഉള്ളത് കാരണം സ്ട്രെസ് കൂടും. ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ലീഡർഷിപ്പ് എന്നും അതിൻ്റെ ഏർലി സ്റ്റേജ് ലീഡർഷിപ്പ് തിയറീസുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.